മോക്ക് ടെസ്റ്റ് 16 സിറാഖ് ചാപ്റ്റർ 49. ചോദ്യം 1. ജോസിയായുടെ സ്മരണ എങ്ങനെയാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? സുഗന്ധം പോലെ, മഞ്ഞുകണം പോലെ, സുഗന്ധക്കൂട്ട് പോലെ, പരിമളപൂരിതം. 2. പാപത്തിന്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞുകൊണ്ട് ജനത്തെ മാനസാന്തരപ്പെടുത്തി ഉത്തമ മാർഗത്തിൽ ചരിച്ചതാര്? ദാവീദ്, അബ്രാഹാം, ജോസിയ. 3. ആ ജനത വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീവച്ചു എന്ന് പ്രവചിച്ചതാര്? ജോസിയ, ഏലിയ, ജെറമിയ. 4. ജെറമിയ പ്രവാചകൻ എവിടെ വച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് വചനം പറയുന്നത്? അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ, മുൾപ്പടർപ്പിൽ വച്ച്, ദേവാലയത്തിൽ വച്ച്. 5. കെരൂബുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ദർശിച്ചതാര്? എസക്കിയേൽ, ജെറോബോവാം, ദാവീദ്. 6. വലത്തുകൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ. ആര്? ഹെസക്കിയ, ജോസിയ, സെറുബാബേൽ. 7. യെശുവയുടെ പിതാവ്. യഹോസദാക്ക്, ഹെനോക്ക്, സേത്ത്. 8. നെഹമിയയുടെ വിശേഷണങ്ങളിൽ പെടാത്തത് ഏത്? വീണുപോയ കോട്ടകൾ പടുത്തുയർത്തി, വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിച്ചു, ജലാശയങ്ങൾ ഉണ്ടാക്കി. 9. ഭൂമിയിൽ നിന്നും സംവഹിക്കപ്പെട്ടതാര്? ഷേമ്, സേത്ത്, ഹെനോക്ക്. 10. ഇസ്രായേലിലെ മഹാന്മാരിൽ ആരുടെ അസ്ഥിയാണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? ജോസഫിന്റെ, അബ്രഹാമിന്റെ, ദാവീദിന്റെ. ഉത്തരങ്ങൾ: 1. സുഗന്ധക്കൂട്ടുപോലെ പരിമളപൂരിതം. 2. ജോസിയ. 3. ജെറമിയ. 4. അമ്മയുടെ ഉദരത്തിൽ വെച്ച്. 5. എസക്കിയേൽ. 6. സെറുബാബേൽ. 7. യഹോസദാക്ക്. 8. ജലാശയങ്ങൾ ഉണ്ടാക്കി. 9. ഹെനോക്ക്. 10. ജോസഫിന്റെ.